ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് പാത്രങ്ങളിലൊക്കെ നന്നായിട്ട് കറ പിടിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് സോപ്പിട്ടൊക്കെ തേച്ച് കഴുകിയാൽ പോലും ഈ കറയുടെ പാട് പോവില്ല. അഴുക്കൊക്കെ പോകും, പക്ഷേ ഈ കറയുടെ പാട് അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളുള്ള കറകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിമ്മോ അതുപോലെ സോപ്പോ ഒന്നും ഉപയോഗിക്കാണ്ട് ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് മാറ്റിയിടുന്നത് നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഈ കൈതച്ചക്ക കടച്ചെന്നൊക്കെ പറയില്ലേ, പൈനാപ്പിളിൻ്റെ തോലാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമൊക്കെ തോന്നുമല്ലേ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തോലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പൈനാപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിഞ്ഞിട്ട് തൊണ്ടെടുത്ത് കളയല്ലേ. അപ്പോൾ ഇനി ആരും അതെടുത്ത് കളയില്ല. പൈനാപ്പിളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ട് ഇതുപോലെ കറയുള്ള പാത്രത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എത്രത്തോളം കറയുണ്ട് അതിനനുസരിച്ച് നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 2 സ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വിസിലൊക്കെ ഇട്ട് നിറച്ച് വെള്ളമൊഴിച്ച് വെക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ഇനി വിസിലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മളിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട, അങ്ങനെ തന്നെ വെച്ചേക്ക്. ഇത് തുറക്കൊന്നും ചെയ്യേണ്ട, അതിൽ തന്നെ ഇരുന്നോട്ടെ. കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. നമുക്കൊരു 3-4 മണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ള അവസ്ഥയാണിത്. ഇതിനുള്ളിലെ കറയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, കറയൊക്കെ പോയി നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിന് ഉൾവശം നോക്കാം. നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ കറയൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ഈ കറകൾ നമുക്ക് സ്ക്രബ്ബർ വെച്ച് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, ഫുള്ളായിട്ട് പോകുന്നതായിരിക്കും. നമുക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ വെറുതെ കഴുകുമ്പോൾ തന്നെ നല്ല അഴുക്കൊക്കെ വളരെ ഈസി ആയിട്ട് പോയി കിട്ടും. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പഴയ കുക്കറൊക്കെ ഇതേ രീതിയിൽ കഴുകിയെടുക്കുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കറയുള്ള പാത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ്, അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കറയുണ്ടാവും. നമുക്കത് ഉള്ളിലേക്കൊന്നും കഴുകിയെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ അതിന് ഉള്ളിലെ എല്ലാ കറയും പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വല്ലാണ്ട് പഴുത്ത പൈനാപ്പിൾ എടുക്കാണ്ട് കുറച്ച് പച്ചയുള്ള പൈനാപ്പിളിൻ്റെ തൊണ്ടായിരിക്കും നല്ലത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ പഴയ പാത്രങ്ങളൊക്കെ ഈ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ കറയൊക്കെ പിടിച്ച പാത്രങ്ങളാണെങ്കിൽ ഇനി എടുത്ത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല പുത്തൻ പോലെ നല്ല വെളുത്ത് നല്ല അഴുക്കൊക്കെ പോയി നല്ല കുട്ടപ്പനായി കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. റിസൾട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. ഇത് ഞാൻ കഴുകിയതിന് ശേഷമുള്ള എൻ്റെ കുക്കറും ഇത് ഞാൻ കഴുകണേന് മുന്നുള്ള എൻ്റെ കുക്കറിലെ കറിയാണ്. അടുത്ത ടിപ്സ് ഇതേപോലെയുള്ള നല്ല ചെതുമ്പലുള്ള മീൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനാണ്. ഇതിൻ്റെ ചെതുമ്പലെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടിരിക്കും, നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മീൻ എങ്ങനെ ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞ് നന്നാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതിന് നമ്മളിവിടെ എടുക്കുന്നത് തോട്ടുപുളിയാണ്. ഇതേപോലെ കയ്യിൽ കുറച്ചെടുക്കുക. ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ചെറുതായിട്ട് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുക. നന്നായിട്ട് അതിലിങ്ങനെ അലിയിച്ചെടുക്കണ പോലെ നന്നായിട്ട് വെക്കുക. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കാനുള്ള ഇതുപോലെ ചെതുമ്പലുള്ള മീനുകളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ചെതുമ്പില്ലാത്ത മീനാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഉളുപ്പൊക്കെ പോയി ആ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടാനും നമുക്കിത് സഹായിക്കും. അപ്പോൾ ഇതേപോലുള്ള ചെതുമ്പലുള്ള മീൻ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് മുക്കി വയ്ക്കുക. അപ്പോൾ കഴുകണേന് മുന്നേ നമ്മളിതൊരു അരമണിക്കൂറെങ്കിലും ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മളിതെടുത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മീനിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെതുമ്പൽ മാറ്റണതിന് മുന്നേ ഈ മീനിൻ്റെ സൈഡിലുള്ള ചിറകുകളൊക്കെ മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇതുപോലെ ഒരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ചെതുമ്പൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് എടുത്തതിന് ശേഷം ആക്കണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെതുമ്പൽ മാറ്റാനും പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അടുത്ത തവണ മീൻ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ചിറകുകൾ ആദ്യം മുറിച്ചതിന് ശേഷം നിങ്ങൾ ചെതുമ്പിൽ
ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് തെറിക്കില്ല. നമ്മൾ ഈ സൈഡിലെ ചിറകളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ മീനിൻ്റെ ചെതുമ്പൽ എടുക്കുമ്പോഴത്തേന് ഇതിൽ തട്ടിയിട്ടാണ് കുറേ തെറിച്ച് അവിടേക്ക് വൃത്തിയെടുക്കുക. ഇതേപോലെ സൈഡ് മുറിച്ചതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് വേണം ആദ്യം ചെതുമ്പൽ ഇളക്കി തുടങ്ങാനായിട്ട്. മുകളിൽ നിന്ന് താഴേക്ക് ഇളക്കി വരണം. അപ്പോൾ ഇത് വേഗം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെതുമ്പൽ ഇളക്കിയെടുക്കാൻ പറ്റും. വളരെ പൊറ്റ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കത്തിയുടെ കൂർത്ത മുനഭാഗം വരുന്ന ഭാഗം വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അല്ലാണ്ട് സൈഡിൽ പിടിച്ചിട്ടാകുമ്പോഴത്തേന് അത്രയും നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഇളക്കുന്നതിനേക്കാളും വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത മീനാണ്. ഇതിൻ്റെ പുറത്ത് അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ചെതുമ്പൽ എല്ലാം പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മിസ്സാകാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.